എല്ലാവർക്കും ഒരു വെരി ഗുഡ് മോർണിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ ഉള്ളത് തൂത്തുക്കുടിയിലാണ്. മുത്തുകളുടെ നഗരം എന്നറിയപ്പെടുന്ന തൂത്തുക്കുടി റെയിൽവേ സ്റ്റേഷനിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. വെൽക്കം ടു പേൾ സിറ്റി. നിങ്ങൾക്ക് എൻ്റെ ബാക്കിൽ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ വരെ വന്നത് എല്ലാ ദിവസവും വൈകിട്ട് 4:05 പാലക്കാട് നിന്ന് അടുത്ത ദിവസം രാവിലെ 6:30 തൂത്തുക്കുടി നിന്ന് പാലരുവി എക്സ്പ്രസ്സിലാട്ടോ വന്നിറങ്ങിയത്. N20 ജേണി ആയിരുന്നു നമ്മൾ ചെയ്തത്. അപ്പോൾ ആ വീഡിയോ എന്തായാലും നിങ്ങളൊന്ന് പോയി കാണണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എല്ലാ ദിവസവും രാവിലെ 8:30 എടുത്തിട്ട് ഒരു 9 മണി 9:15 അടുപ്പിച്ച് വാഞ്ചിമണിയേച്ചി എത്തുന്ന തൂത്തുക്കുടി വാഞ്ചിമണിയേച്ചി പാസഞ്ചറിലാണ് നമ്മുടെ യാത്ര വരുന്നത്. അപ്പോൾ ആ പാസഞ്ചർ യാത്രയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു 8 മണി ആ സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് അകത്ത് പോയി ടിക്കറ്റ് എടുത്ത് കയറാം കേട്ടോ. മെയിൻ ജംഗ്ഷനിൽ നിന്നൊക്കെ വരുന്നൊരു വഴിയാട്ടോ, നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലോട്ട് വരുന്ന വഴിയാണ് തൂത്തുക്കുടി റെയിൽവേ സ്റ്റേഷനിലേക്ക്. അപ്പോൾ ഈ വഴി വരണ സമയത്ത് ഇവിടെ ആട്ടോ നമ്മുടെ റെയിൽവേ സ്റ്റേഷനുള്ളത്. ഇങ്ങനെ ആ വഴി പോകുന്നുണ്ട് അപ്പുറത്തോട്ട്. നമ്മളിപ്പോൾ നേരെ നടന്ന് അകത്തേക്ക് വരാം കേട്ടോ. സ്റ്റേഷൻ്റെ ഭാഗത്തേക്കാണ് വരുന്നത്. അവിടെ മുമ്പിൽ തന്നെ ഒരു SBI ATM കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് മെയിൻ എൻട്രൻസ് വരുന്നത്. നമ്മൾ ഇത് കൂടെ ആട്ടോ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇറങ്ങി വന്നൊരു എക്സിറ്റ് എൻട്രൻസ് ഒക്കെ ഇത് തന്നെയാണ്. ഇത് നമ്മുടെ തൂത്തുക്കുടിയിൽ നിന്ന് പോകുന്ന ട്രെയിനുകളുടെ ടൈമിങ്സ് ആട്ടോ. ഇതിൽ നമ്മുടെ തൂത്തുക്കുടിൻ വാഞ്ചിമണിയേച്ചി പാസഞ്ചർ, മൈസൂർ എക്സ്പ്രസ്, അതേപോലെ തന്നെ നമ്മുടെ പേൾ സിറ്റി, പിന്നെ അത് കഴിഞ്ഞാൽ തൂത്തിക്കുടിൻ പാലക്കാട്, പാലരുവി, അതേപോലെ തന്നെ വാഞ്ചിമണിയേച്ചി പാസഞ്ചർ. ഇത്രയും വേണ്ടിയിട്ട് ഡെയിലിയും പോകുന്ന സർവീസ് ഉള്ളത്. ബാക്കിയുള്ള വണ്ടികളൊക്കെ തൂത്തിക്കുടിൻ തിരുനെൽവേലി പാസഞ്ചർ ഉണ്ട്. അത് സൺഡേ ഒഴിച്ച് ബാക്കി 6 ദിവസം ഉണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് ഓക്ക, അത് സൺഡേ മാത്രമേ ഉള്ളൂ. പിന്നെ തൂത്തിക്കുടിൻ മേട്ടുപ്പാളയം, അത് തേഴ്സ്ഡേ സാറ്റർഡേ മാത്രമുള്ള സർവീസ് ആട്ടോ. ഇത്രയും വണ്ടികളാണ് ഇവിടെ നിന്ന് പോകുന്നത്. നമുക്ക് അകത്തേക്ക് കയറാം കേട്ടോ. അപ്പോൾ അകത്ത് കയറിയിട്ട് നമുക്ക് വല്ല റെയിൽ വണ്ടി സ്കാനറൊക്കെ വെച്ചിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാം. അപ്പോൾ ഇതാണ് സ്റ്റേഷനിൽ എൻട്രൻസ് വരുന്നത് കേട്ടോ. ചെറിയൊരു എൻട്രൻസ് ആണ്, ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ശരിക്കും പറയാൻ പോയി കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ഇവിടെ തന്നെ ഓട്ടോമാറ്റിക് വൈൻഡിങ് മെഷീനൊക്കെ ഉണ്ട് കേട്ടോ. റെയിൽ വണ്ടി സ്കാനറൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ സ്കാനർ ഉപയോഗിച്ചപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പോകാം കേട്ടോ. അപ്പോൾ അത് സദേൺ റെയിൽവേയുടെ മധുര ഡിവിഷൻ്റെ അണ്ടറിൽ വരുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ നമുക്ക് നേരെ അകത്തോട്ട് കയറാം. ഞാൻ വാഞ്ചിമണിയേച്ചി പാസഞ്ചറിൻ്റെ ടിക്കറ്റൊക്കെ എടുത്തോട്ടോ. റെയിൽ വണ്ണാണ് എടുത്തത്. നമ്മുടെ പാസഞ്ചർ ഓർഡിനറി കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ട്രെയിനാണ്. 10 രൂപയാട്ടോ എനിക്ക് ഇവിടെ നിന്ന് വാഞ്ചിമണിയേച്ചി വരെ പോകാനായ ചാർജ്. അപ്പോൾ ഞാൻ നേരെ നമ്മുടെ ഈ എൻട്രൻസിൽ കൂടെ, അത് ആ കാണുന്ന എൻട്രൻസിൽ കൂടെ സ്ലോപ്പിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ അകത്ത് കയറി നേരെ വന്നിരിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ഭാഗം വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫുട് ഓവർ ബ്രിഡ്ജ് കയറി 2nd, 3rd ഭാഗത്ത് ഇറങ്ങാം കേട്ടോ. മിക്കവാറും 3rd നിന്നാവും നമ്മുടെ വാഞ്ചിമണിയേച്ചി പാസഞ്ചർ എടുക്കുക. ഞാൻ ഈ കാണുന്ന ഒരു സ്ലീപ്പർ കോച്ചിൽ കയറി യാത്ര ചെയ്യാൻ പോകാം കേട്ടോ വാഞ്ചിമണിയേച്ചി വരെ. ഇതിൽ വലിയ തിരക്കൊന്നും കാണില്ല. അപ്പോൾ നമുക്ക് വാഞ്ചിമണിയേച്ചി സുഖമായിട്ട് ചെന്നിറങ്ങാൻ പറ്റും കേട്ടോ. നമുക്ക് പതുക്കെ അകത്തോട്ട് കയറാം. കയറിയിട്ട് നമുക്ക് ഒരു എമർജൻസി വിൻഡോ പിടിക്കാം കേട്ടോ. ഈ കാണുന്ന ഒരു എമർജൻസി വിൻഡോ പിടിച്ച് നമുക്ക് കയറിയിരിക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ ട്രെയിൻ കിടക്കുന്നത് 3rd പ്ലാറ്റ്ഫോമിൽ. അപ്പോൾ നമ്മുടെ ലോക്കോ നേരത്തെ പറഞ്ഞ പോലെ WP4 ആണ് ഇറക്കോണം ഷെഡിൻ്റെ 250/24 വരുന്നത് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് നോക്കുമ്പോൾ നമുക്കിവിടെ നമ്മുടെ തൂത്തുക്കുടി റെയിൽവേ സ്റ്റേഷൻ്റെ പിറ്റ് ലൈൻ കാണാം കേട്ടോ. 2 പിറ്റ് ലൈനാണുള്ളത്. അതിൻ്റെ അപ്പുറത്ത് ഒരെണ്ണം കൂടി ഉണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പേൾ സിറ്റി എക്സ്പ്രസിൻ്റെ കുറച്ച് റേക്ക് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി കേട്ടോ. കുറച്ച് കമ്പാർട്ട്മെൻറ്റ് അവിടെ എടുത്തുകൊണ്ട് പോയിട്ട് അത് തിരിച്ച് റിവേഴ്സിലടിച്ച് പിറ്റ് ലൈനിലോട്ട് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ബാക്കി ഇപ്പോഴും ഫസ്റ്റ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ കിടക്കുന്നത് നമ്മുടെ പാലരുവി നമ്മൾ വന്നിറങ്ങിയ ട്രെയിനാട്ടോ. അതിൻ്റെ ബാക്കിൽ ഒരു B7 3rd AC കോച്ചും അതേപോലെ തന്നെ ഒരു SLRD കോച്ചും ലഗേജ് ബ്രേക്കർ കാറും കൂടെ ഫിറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഒരു ചായക്കട ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ കയറി ഒരു കാപ്പിയും 2 വടയും കഴിച്ചു കേട്ടോ. കാരണം ഇവിടെ വേറെ ഹോട്ടലൊക്കെ പോകണമെങ്കിൽ ടൗണിലോട്ട് പോകണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ടൗണിലോട്ട് പോകണമെങ്കിൽ നല്ലോണം ദൂരം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് വാഞ്ചിമണിയേച്ചി പോകും. വാഞ്ചിമണിയേച്ചി ചെന്നിട്ട് അവിടെ എന്തെങ്കിലും നോക്കാനുള്ള പരിപാടി കേട്ടോ. എന്തെങ്കിലുമൊക്കെ എന്തായാലും പ്ലാൻ ചെയ്യണം അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെ കൃത്യം 8:30 നമ്മുടെ വാഞ്ചിമണിയേച്ചി പാസഞ്ചർ തൂത്തുക്കുടിയിൽ നിന്ന് എടുക്കുക കേട്ടോ. തൂത്തുക്കുടിയിൽ നിന്ന് എടുത്തത് നമ്മുടെ വാഞ്ചിമണിയേച്ചി ലക്ഷ്യമാക്കി പോവാണ്. രാത്രി ഞാൻ തിരിച്ച് ഇവിടെ തന്നെ വരും കേട്ടോ. അതിൻ്റെ കാര്യം ഞാൻ രാത്രി പറയാം നിങ്ങളോട്. തിരിച്ച് നമ്മൾ തൂത്തുക്കുടി തന്നെ തിരിച്ച് വരും. നമ്മളിവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങി പോവാണ് കേട്ടോ. നമ്മുടെ വാഞ്ചിമണിയേച്ചി പാസഞ്ചർ തൂത്തുക്കുടിയിൽ നിന്ന് 8:30 തന്നെ എടുത്തിരിക്കുകയാണ്. പേൾ സിറ്റി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിന് നമ്മുടെ WDC4 ആട്ടോ ഇവിടെ മറ്റേ പിറ്റ് ലൈനിൽ കൊണ്ടുവന്ന് വീണ്ടും കണക്ട് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. നമ്മളിങ്ങനെ ഔട്ടറിൽ ഇറങ്ങി പോവാണ്. നമ്മൾ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ നമുക്ക് തൂത്തിമേലൂർ എന്നുള്ള സ്റ്റേഷൻ വരും. നമ്മുടെ തൂത്തുക്കുടിയുടെ ഔട്ടർ തൂത്തിമേലൂർ.
നമ്മളങ്ങനെ ലൂപ്പിൽ നിന്നൊക്കെ ഇറങ്ങി മെയിൻ ലൈനിലോട്ട് കയറിയിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഹോൾട്ടായ ടൂട്ടിമല്ലൂർ വന്ന് കയറാണ് കേട്ടോ. തൂത്തുക്കുടിയുടെ ഔട്ട് സ്റ്റേഷനായ ടൂട്ടിമല്ലൂർ. നമ്മുടെ പാസഞ്ചറിൻ്റെ ആദ്യത്തെ ഹോൾട്ടാണ്. ഇവിടെയും 1 മിനിറ്റ് തന്നെ ഹോൾട്ടുള്ളൂ കേട്ടോ നമ്മുടെ പാസഞ്ചറിന്. ഇത് നമ്മുടെ ടൂട്ടിമല്ലൂരിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തൊട്ട് ബാക്കിൽ വീടുകളാട്ടോ. വീടിൻ്റെ തൊട്ട് സൈഡിൽ വരുന്ന റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഈ വീട്ടുകാരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു സ്റ്റേഷൻ കാണാൻ പറ്റും. ഇത് ജസ്റ്റ് ഒരു ടൗണിൻ്റെ ഭാഗത്തോട്ടായിട്ട് ഒരു ഇതിൽ വരുന്ന റെയിൽവേ സ്റ്റേഷനാണ്. വണ്ടി എടുത്തിട്ട് ആൾക്കാർ കയറാൻ നിൽക്കാം കേട്ടോ. ലോക്കോ പോയിട്ട് ചവിട്ടി കൊടുത്തിട്ടുണ്ട്. റോഡ് സൈഡിൽ കൂടെ തന്നെയാണ് കുറച്ച് റോഡും പിന്നെ കുറച്ച് ഇങ്ങനെ വീടുകളുടെ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ സെക്കൻഡ് ഹോൾട്ടായ മീനെ വിൽക്കാൻ വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ എത്തുമ്പോഴത്തേക്ക് ലൈൻ കുറച്ച് കൂടുതലുണ്ട് കേട്ടോ ഈ ഒരു സ്റ്റേഷൻ എത്തുമ്പോഴേക്കും. അവിടെ ഒരു WH7 ട്വിൻസ്, അതുപോലെ അപ്പുറത്ത് WH9, പിന്നെ ഏറ്റവും അറ്റത്തൊരു G9 കിടക്കുന്നുണ്ട് കേട്ടോ. ഫ്ലൈറ്റ് കുറേ വരുന്നൊരു കിടക്കുന്ന സ്ഥലമാണ്. ഞങ്ങളുടെ അവിടെ അപ്പുറത്ത് കുറച്ച് ഫാക്ടറി ഉണ്ടായിരുന്നില്ലേ, അവിടേക്കൊക്കെ ഡയറക്റ്റ് കയറുന്നതുണ്ട് കേട്ടോ. കുന്തക്കൽ ഷെഡിൻ്റെയാണ് 2 G7 കിടക്കുന്നത്. സ്ലീപ്പറിൻ്റെ കുറേ കൂടിച്ചെന്ന് റേക്ക് ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പ്ലാറ്റ്ഫോം വരുന്നത് ഇപ്പുറത്തെ ഭാഗത്താട്ടോ. അപ്പോൾ ഈ സൈഡിൽ കാണുന്നതാണ് നമ്മുടെ തൂത്തുക്കുടി മേട്ടുപ്പാളയം ബൈ വീക്കിലി എക്സ്പ്രസിൻ്റെ റേക്ക് ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് രാത്രി എടുത്തോണ്ട് പോകും. ഇന്ന് രാത്രി ആ ട്രെയിൻ ഉണ്ട് കേട്ടോ തൂത്തുക്കുടിയിൽ നിന്ന് മേട്ടുപ്പാളയത്തേക്ക്. അപ്പോൾ രാത്രി അതിൻ്റെ ടൈം ആകുമ്പോഴേക്ക് ഇവിടെ നിന്ന് റേക്ക് എടുത്ത് തൂത്തുക്കുടിയിലേക്ക് കൊണ്ടുപോകും. അവിടെ ഓൾറെഡി ഇപ്പോൾ സ്ഥലമില്ല, കാരണം ഓൾറെഡി പാലരുവിയും മറ്റേ വേൾഡ് സിറ്റി സൂപ്പർ ഫാസ്റ്റും കിടക്കുന്നുണ്ട്. പിന്നെ ഒരു ലൈനിൽ തേർഡ് പ്ലാറ്റ്ഫോമിൽ വലിയ ട്രെയിൻ കയറില്ല. അതുകൊണ്ട് തന്നെ അതിലേതെങ്കിലും ഒന്ന് എടുത്തിട്ടാവും ഇത് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുള്ളൂ അവിടെ കൊണ്ടിടാനായിട്ട്. നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് എടുത്തിരിക്കുക കേട്ടോ 1 മിനിറ്റിൻ്റെ ഹോൾട്ടിന് ശേഷം. നമ്മുടെ ഈ പാസഞ്ചറുടെ നമ്പർ എന്ന് പറയുന്നത് 56,760 തൂത്തുക്കുടി വാഞ്ചിമണി ജംഗ്ഷൻ പാസഞ്ചർ കേട്ടോ. 31 കിലോമീറ്റർ സഞ്ചരിക്കാനായിട്ട് ഈ പാസഞ്ചർ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 45 മിനിറ്റ് കേട്ടോ. 8:30 തൂത്തുക്കുടിയിൽ നിന്ന് 9:00 വാഞ്ചിമണി ചെന്ന് കയറാം. അതിൻ്റെ ഇടയ്ക്ക് 4 ഇൻ്റർമീഡിയറ്റ് സ്റ്റോപ്പ് കൂടെ ഉണ്ട് കേട്ടോ. ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി റിലാക്സ് ആയിട്ട് വാഞ്ചിമണി പോയിട്ട് ഒന്ന് കിടന്നുറങ്ങി പോകാൻ പറ്റും. കാരണം സ്ലീപ്പറിൽ നമുക്ക് യാത്രയാണ്. ഞാനിപ്പോൾ ഇതൊരു സ്ലീപ്പർ കോച്ചിലാണ്. പറഞ്ഞില്ലേ ഒരു ഭാഗത്ത് മൊത്തം ഫാക്ടറികളാണ് കേട്ടോ. അതാണ് ആ സ്റ്റേഷനിൽ നമ്മൾ കുറേ ഫ്രൈറ്റ് കണ്ടത്. BCNയുടെ ഒരു കൂട്ടം നമ്മളവിടെ കണ്ടതിൻ്റെ കാര്യം തന്നെ അതാട്ടോ. മൊത്തത്തിൽ ആ ലൈൻ മൊത്തം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഫ്രൈറ്റ് ലൈൻ ആവുന്നുണ്ട്. കാരണം അവിടെ വേറെ ഒന്നും നിൽക്കണത് നമ്മൾ കാണാൻ പറ്റിയിരുന്നില്ല. ഈ സ്ഥലം ഒരു പോർട്ട് സിറ്റി ആയതുകൊണ്ട് തന്നെ കടൽ തീരപ്രദേശവും കോഴിക്ക് നല്ല ഇമ്പോർട്ടൻ്റ് ഉണ്ടോ ചരക്ക് നീക്കത്തിൽ. പാറയെന്ന് പറഞ്ഞ സ്റ്റേഷനിൽ വന്ന് കയറാണ് കേട്ടോ. 2 മിനിറ്റ് ഡിലേ ഉണ്ട് നമ്മുടെ പാസഞ്ചർ. ഇപ്പോൾ 8:50 വരേണ്ടത് 8:52 ആകുമ്പോഴാട്ടോ കയറുന്നത്. ഇനി അടുത്ത സ്റ്റേഷൻ ഒരു 10 കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ളൂ കേട്ടോ. ഒരു 6 മിനിറ്റ് 7 മിനിറ്റ് ഒക്കെ തന്നെ എടുക്കുള്ളൂ. ഈ വന്ന സ്റ്റേഷനിലൊക്കെ അത്ര ദൂരത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളൂ. ഇതിപ്പോൾ ഒരു കുഞ്ഞ് സ്റ്റേഷനാട്ടോ. പുറത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം കാട് പോലെയാണ്. വലിയ പരിപാടികൾ സെറ്റപ്പ് ഒക്കെ ആയിട്ട് അതിൻ്റെ അടുത്തൊരു സ്റ്റേഷൻ. നമ്മൾ മുമ്പിൽ കയറിയതുകൊണ്ട് തന്നെ സ്റ്റേഷൻ്റെ ഓൾമോസ്റ്റ് ഏറ്റവും ഫ്രണ്ടിലായിട്ട് വരെ. അത് പഴയ ബിൽഡിങ്ങാണ് സ്റ്റേഷൻ്റെ കണ്ടില്ലേ.
പഴയ ബുക്കിംഗ് ഓഫീസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണുന്നത്. പഴയ ഒരു ബിൽഡിങ്ങാണ്. പുതിയ ബിൽഡിങ് തൊട്ട് ബാക്കിലുണ്ടായിരുന്നു. ഞാനത് കാണിച്ചു തരാം. ആ ഫുട് ഓവർ ബ്രിഡ്ജിന് അടുത്ത് കാണുന്ന കേട്ടോ നമ്മുടെ പുതിയ ബിൽഡിങ്, സ്റ്റേഷൻ്റെ ബിൽഡിങ്. നമ്മളിപ്പോൾ കുറച്ച് മുന്നേ കണ്ടത് പഴയ ബിൽഡിങ്ങാണ് കേട്ടോ. നമ്മുടെ വണ്ടി അവിടെ നിന്ന് 1 മിനിറ്റിൻ്റെ താഴെ നിർത്തിയുള്ളൂ കേട്ടോ. നമ്മൾ എടുത്തിരിക്കുകയാണ്. 1 മിനിറ്റ് പോലും നിന്നിട്ടില്ല. ലൂപ്പിലല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ലൂപ്പിൽ നിന്ന് മേലിൽ കയറിയിരിക്കുകയാണ്. പിന്നെ നമുക്കൊരു 10 കിലോമീറ്ററിനുള്ളിൽ അടുത്ത സ്റ്റേഷൻ വരും കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ വാഞ്ചിമണിയച്ചിയാണ്. മറ്റേ കാഴ്ചകളാണ് അടുത്ത വഴിക്ക് കാണുന്ന കാഴ്ചയാണ്. എടുത്ത വഴിക്ക് തന്നെ സ്പീഡ് എടുത്ത് തുടങ്ങിയിട്ടുണ്ടോ. കാരണം ഇതൊരു മെയിൻ ലൈൻ ആയതുകൊണ്ട് തന്നെ നല്ല സ്പീഡ് എടുക്കാൻ പറ്റും. നമ്മുടെ പാലരുവി മറ്റേ തിരുനെൽവേലിയിൽ നിന്ന് വന്ന് ബൈപ്പാസ് ലൈൻ കയറി ആട്ടോ ഇങ്ങോട്ട് കയറിയത്. നമ്മുടെ വാഞ്ചിമണിയച്ചീൻ്റെ അവിടെ നിന്ന് ബൈപ്പാസ് ലൈൻ ഉണ്ടായിരുന്നു. നമ്മൾ നാഗർകോവിൽ ടൗണിലൊക്കെ കാണാറില്ലേ, അതുപോലെ തന്നെ നാഗർകോവിൽ ടൗണിൽ നിന്ന് ബൈപ്പാസ് ലൈൻ നേരെ കയറി തിരുനെൽവേലി സൈഡിലോട്ട് പോകുമല്ലോ. അതുപോലെ തന്നെ ഈ തിരുനെൽവേലിയിൽ നിന്ന് ഇങ്ങോട്ട് തൂത്തുക്കുടിക്ക് വരാനൊരു ബൈപ്പാസ് ലൈൻ ഉണ്ട്, വാഞ്ചിമണിയച്ചി ടച്ച് ചെയ്യാണ്ട്. നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ഹോൾട്ട് കൈലാസപുരം വന്ന് കയറുക കേട്ടോ. അടുത്തതാണ് വാഞ്ചിമണിയച്ചി. 1 മിനിറ്റ് ഡിലേ ഉണ്ട്. കൈലാസപുരം വന്ന് കയറുമ്പോൾ നമ്മുടെ വണ്ടി സ്റ്റേഷൻ തിരിഞ്ഞിട്ടാട്ടോ പോണത്. നമ്മുടെ ലോക്കോമിക്ക് തിരിഞ്ഞ് നിൽക്കാനുള്ള സാധ്യതയുള്ളൂ, നല്ലോണം തിരിഞ്ഞ് നിൽക്കാനുള്ള സാധ്യതയുള്ളൂ. ഇവിടെ നമ്മൾ 1 മിനിറ്റിൻ്റെ ഹോൾട്ട് തന്നെ ഉള്ളൂ കേട്ടോ. നമ്മുടെ LP കൊടിയൊക്കെ കാണിച്ച് നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് എടുത്തിരിക്കുകയാണ്. കൈലാസപുരം അടുത്ത നമ്മുടെ വാഞ്ചിമണിയച്ചി. ലൈനിൽ കൂടെയാണ് കേട്ടോ നമ്മൾ തിരുനെൽവേലിയിൽ നിന്ന് വന്ന് ബൈപ്പാസ് അടിച്ച് കയറിയത്. വാഞ്ചിമണിയച്ചി ബൈപ്പാസ് ലൈൻ അങ്ങനെ തിരിഞ്ഞ് നമ്മൾ വന്ന് ഈ ലൈനിലൂടെ ജോയിൻ ചെയ്ത് കേട്ടോ. ഇപ്പം നമ്മൾ ഇപ്പുറത്തെ ലൈനിൽ കൂടെ നേരെ കയറി വാഞ്ചിമണിയച്ചി പൊക്കോണ്ടിരിക്കുകയാണ്. ആ ബൈപ്പാസ് ലൈൻ എടുത്ത് നമ്മൾ വാഞ്ചിമണിയച്ചി ജംഗ്ഷൻ വന്ന് കയറുകയാണ് കേട്ടോ. കൃത്യസമയത്ത് തന്നെ നമ്മുടെ വണ്ടി കയറുന്നുണ്ട് വന്നിട്ട്. നമ്മൾ കൃത്യം 9:15 ആകുമ്പോൾ വാഞ്ചിമണിയച്ചി വന്ന് കയറുകയാണ് കേട്ടോ. പാസഞ്ചർ കൃത്യമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ചെറിയൊരു യാത്രയായിരുന്നു കേട്ടോ അത്.
അത്യാവശ്യം വലിയൊരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് കേട്ടോ. അത്യാവശ്യം പ്ലാറ്റ്ഫോമുകളുണ്ട് ഇവിടെ. തൊട്ട് ബാക്കിൽ തന്നെ വലിയ കാര്യങ്ങളൊക്കെ കാണാൻ കേട്ടോ. ചെറിയൊരു എന്താ പറയുക, ഗ്രാമത്തിനുള്ളൊരു സ്റ്റേഷൻ പോലെ തോന്നുമെങ്കിലും വലിയ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമുണ്ട്. അപ്പോൾ നമുക്ക് നേരെ മെയിൻ സൈഡിലോട്ട് പോകാം കേട്ടോ. അവിടെ ഫുഡ് ഓഫീസിൽ കയറിയിട്ട് നമുക്ക് എവിടെയാണ് എക്സിറ്റ് എൻട്രൻസ് ഒക്കെ നോക്കിയിട്ട് വരാം. ഇതാണ് നമ്മൾ വന്നിറങ്ങിയ പാസഞ്ചർ കേട്ടോ, നമ്മുടെ തൂത്തുക്കുടി വാഞ്ചിമണിയാച്ചി. ഇനി ഇതിവിടെ നിന്ന് വാഞ്ചിമണിയാച്ചി തിരുനെൽവേലി പാസഞ്ചറായിട്ട് പോകും കേട്ടോ. അപ്പോൾ ലോക്കോ റിവേഴ്സലിന് വേണ്ടിയിട്ട് ലോക്കോ അവിടെ നിന്ന് ഊരി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ അത് കൊണ്ടുവന്ന് റിവേഴ്സൽ ചെയ്ത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ 10:50 ഇവിടെ നിന്ന് വിടും കേട്ടോ ഈ വണ്ടി. 11:35 ആകുമ്പോൾ ഇത് തിരുനെൽവേലി ചെന്ന് കയറും. നല്ല അടിപൊളി റെയിൽവേ സ്റ്റേഷനാട്ടോ. ഉക്കരം കാറ്റെന്നൊക്കെ വെച്ചാണ്ടല്ലോ, കാറ്റ് അടിച്ച് നല്ല തണുപ്പുണ്ട് ഇവിടെ, നല്ല കാറ്റുണ്ട്, അതിനനുസരിച്ച് അത് തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ സ്റ്റേഷൻ്റെ എൻട്രൻസ് കൊണ്ട് നമ്മൾ ആ സൈഡിലേക്കായിട്ട് നടക്കുന്നത്. പുറത്തിറങ്ങി വീഡിയോ കിട്ടിയാണ് കേട്ടോ. ഈ ഒരു ഭാഗത്തൊക്കെ ഞാൻ വാഞ്ചിമണിയച്ചൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് പറഞ്ഞത്. ഈ സ്റ്റേഷനോട്ട് ഞാൻ വന്നിട്ടില്ല, ഞാൻ കുറേ വീഡിയോകളിൽ കണ്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്യാണ് നമ്മളിവിടെ. ഇതാട്ടോ ഫ്രണ്ടേജ് വരുന്നത്, നമ്മുടെ ഫ്രണ്ട് ഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ. നമുക്കിതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് നടക്കാം. അവിടെ കുറേ ഓട്ടോയും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റേഷൻ്റെ എനിക്ക് തോന്നുന്നു ട്രെയിൻ വരേണ്ട സമയമാകുമ്പോൾ ഓട്ടോറിക്ഷക്കാർ വരണമെന്ന് കേട്ടോ. തൂത്തുക്കുടിയിൽ നമ്മൾ ഇതേ പരിപാടി തന്നെയാണ് കണ്ടത്. ഓട്ടോറിക്ഷക്കാർ വന്ന് വിളിക്കും. പക്ഷേ തമിഴ്നാട്ടിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഓട്ടോയിൽ നിങ്ങൾ റേറ്റ് സംസാരിച്ചിട്ട് കയറുക കേട്ടോ, അല്ലെങ്കിൽ നല്ല റേറ്റ് വാങ്ങിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇവിടെ കണ്ടില്ലേ ഒരു ട്രെയിനിൻ്റെ ചെറിയ സിമ്പലൊക്കെ കൊടുത്ത് വാഞ്ചിമണിയാച്ചി ജംഗ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ ഈ ഒരു ബിൽഡിങ്ങിനുള്ളിൽ കൂടെ പുറത്തേക്ക് കിടക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം. ഇതാണ് ഇവിടെ ഒരു ഷെഡൊക്കെ വന്നിട്ടുള്ളൂ കേട്ടോ, വേറെ എവിടെ ഷെഡില്ല. പിന്നെ കാണുന്നത് അപ്പുറത്തൊരു ചെറിയ ഷെഡാട്ടോ. മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്കും പെടും. അപ്പോൾ നമുക്ക് ഇതിനുള്ളിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങാം. ഇതാണ് ഇപ്പോൾ നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ബുക്കിംഗ് ഓഫീസ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ സ്പേസിൻ്റെ ഉള്ളിൽ. ഇവിടെ ഈ ട്രെയിനിൻ്റെ ടൈമിങ്സ് ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് ഇത് പോസ് ചെയ്ത് വായിച്ച് നോക്കാം. ഇവിടെ വന്ന് പോകുന്ന ട്രെയിനിൻ്റെ ടൈമിങ്സ് ഉണ്ട്, ഞാൻ സൂം ചെയ്ത് കാണിച്ചു കേട്ടോ. ഇതൊക്കെയാണ് ഇവിടെ വന്ന് പോകുന്ന ട്രെയിനിൻ്റെ ടൈമിങ്സ്. അപ്പോൾ നേരെ നമുക്ക് ഇനി പുറത്ത് കിടക്കാം. ഇതാണ് മൊത്തത്തിലെ റെയിൽവേ സ്റ്റേഷൻ്റെ എൻട്രൻസ് കേട്ടോ. ഒരു ചെറിയ ബിൽഡിംഗ് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ അത്രയേ ഉള്ളൂ കേട്ടോ കാണാനായിട്ട്. ഇവിടെ ഓട്ടോറിക്ഷ പാർക്കിംഗ് ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ ഈ സൈഡിൽ കുറച്ച് വണ്ടി പാർക്ക് ചെയ്യാം. ഇവിടെ ബൈക്ക് പാർക്കിങ്ങിൻ്റെ ഏരിയ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പുറത്തേക്കാണ് സമയത്ത് മെയിൻ റോഡാണ് കേട്ടോ ഇത്. ഒരു ബസ്സൊക്കെ പോകുന്നൊരു വഴി തന്നെ തോന്നുന്നു. മെയിൻ റോഡാണ്, ആൾക്കാർ ബസ്സിന് കാത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് വീഡിയോ ചെയ്യാം കേട്ടോ. നമ്മൾ തൂത്തുക്കുടിയിൽ 8:30 തുടങ്ങിയ യാത്ര നമ്മൾ വാഞ്ചിമണിയാച്ചിയിൽ 9:15 അവസാനിപ്പിച്ചിരിക്കുക കേട്ടോ. കുഞ്ഞ് യാത്രയായിരുന്നു. 31 കിലോമീറ്റർ ഓടാനായിട്ട് നമ്മുടെ ട്രെയിൻ എടുക്കുന്ന സമയം 45 മിനിറ്റാണ്. അവിടേക്ക് 4 ഇൻ്റർമീഡിയറ്റ് സ്റ്റോപ്പ് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നല്ല അടിപൊളി യാത്രയൊക്കെ വന്ന് വാഞ്ചിമണിച്ച് ജംഗ്ഷനിൽ ഒന്ന് അവസാനിപ്പിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞ് പാസഞ്ചർ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ചോദിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇങ്ങനെയായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോ ചെയ്യാനുള്ള പുതിയതിനും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. പാക്ക് ലാംഗ്വേജ് ബൈ ഫ്രം വാഞ്ചിമണിയാച്ചി ജംഗ്ഷൻ.